വെസ്റ്റ് വുഡെത്തി അയാൾ തൻ്റെ ബെസ്റ്റ് പടയോട്ടക്കാരിലൂടെ തൻ്റെ ബെസ്റ്റ് അങ്ങ് തെളിയിച്ചിരിക്കുകയാണ്. അതും ബാംഗ്ലൂരുവിൻ്റെ തട്ടകത്തിൽ. വിക്ടറാണ് ആദ്യ സിഗ്നൽ തന്നത്. തുലാതുലനം പാലിക്കുമെന്ന് നനച്ചതാണ്. അവിടെയാണ് മെസ്സിയുടെ നാട്ടുകാരനും റൊണാൾഡോയുടെ പടക്കളത്തിൻ്റെ വീര്യവും നേരിട്ടറിഞ്ഞ ഫ്രഞ്ചു അവതരിക്കുന്നത്. സ്പെയിനിൽ ചെറുതായൊന്ന് വീശിയടിച്ച കാറ്റ് ഇവിടെ കൊടുങ്കാറ്റായി മാറുകയാണ്. ഒറ്റ പേര്, ഫ്രാൻസിസ്കോ ഫ്യൂലാസിയർ അബാലോ. വിമർശകരുടെ സ്ഥിരം ഇരയായ ഡാനിഷിന്റെ പ്രകടനം എടുത്തു പറയാതിരിക്കാൻ വയ്യ. അയാളങ്ങ് നിറഞ്ഞാടുകയായിരുന്നു ഈ മത്സരത്തിൽ. എബിൻദാസ് ആകട്ടെ ബാംഗ്ലൂരു ബാക്ക് ലൈനിനെ തീർത്തും സമ്മർദ്ദത്തിലാക്കി. അതോടെ ലീഗിലെ ആദ്യ ജയം കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടിയെത്തിയിരിക്കുകയാണ്. ഇതൊരു തിരിച്ചുവരവാകട്ടെ. ആദ്യ പകുതി 20 മിനിറ്റുകൾ പിന്നിടുന്നു. നീളം പാസിൽ തുടങ്ങിയ ആക്രമണം ഫാളുവിൻ്റെ പിഴവിലൂടെ ബാംഗ്ലൂരു മത്സരത്തിലെ ആദ്യ ലീഡ് ഉയർത്തുകയാണ്. എല്ലാ മത്സരങ്ങളെയും പോലെ ആരാധകരുടെ പ്രതീക്ഷ അവിടെ കെട്ടടങ്ങുന്നു. ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന് കരുതിയതാണ്. കാരണം ആ വിധത്തിലായിരുന്നല്ലോ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോരാടിയത്. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയചിത്രം തെളിഞ്ഞു തുടങ്ങിയത് 34-ാം മിനിറ്റിലാണ്. മാറ്റിയാസിനെതിരെ ഉടക്കിയതിന് സാഞ്ചസ് റെഡ് കാർഡ് കണ്ട് പുറത്തായതോടെ ബാംഗ്ലൂരു 10 പേരായി ചുരുങ്ങി. മഞ്ഞപ്പടക്ക് തിരിച്ചു വരണമെങ്കിൽ ഇതിൽ പരം നല്ലൊരു സുവർണാവസരം ഇനി ലഭിക്കാനില്ല. ഇടവേളക്ക് പിരിയും മുമ്പേ പല നീക്കങ്ങളും ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിച്ചു നോക്കി. പക്ഷേ നെറ്റ് ചലിപ്പിക്കാനായില്ല. ക്ലോക്കിൽ 60 മിനിറ്റ് പിന്നിടുകയാണ്. ബാംഗ്ലൂരു 10 പേരായി ചുരുങ്ങിയിട്ടും ഗോൾ കണ്ടെത്താൻ എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല എന്ന് ഓരോ ആരാധകനും ചിന്തിച്ചു കാണണം. അവിടെയാണ് എബിൻദാസിന്റെ നീക്കം വരുന്നത്. പന്ത് നേരെ വിക്ടറിലേക്ക്. ഗുർപ്രീതിന് ഒരവസരവും നൽകാതെ പന്ത് വലയിലേക്ക് വിക്ടർ അടിച്ചിടുകയാണ്. അതോടെ ബാംഗ്ലൂർ ഉയർത്തിയ ലീഡ് വെട്ടിപ്പിടിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധ്യമായി. എന്നാൽ 71-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡിന്റെ യൂത്ത് ടീമിലൂടെ വളർന്നു വന്ന ഫ്രഞ്ചു കളിക്കളത്തിലേക്ക് എത്തി. വന്ന് മിനിറ്റുകൾ പിന്നിട്ടിട്ടില്ല. അപ്പോഴേക്കും തൻ്റെ ആദ്യ ക്ലാസ് അയാൾ തെളിയിക്കുകയാണ്. അതും വെടിയുണ്ട കണക്കെ. 7 മിനിറ്റുകൾക്കകം അയാൾ ബാംഗ്ലൂരുവിൻ്റെ നെഞ്ചത്ത് കയറി അങ്ങ് നിരങ്ങുകയായിരുന്നു. പ്രതിരോധിക്കാൻ വന്ന സനയെ സ്റ്റെപ്പ് ഓവറിലൂടെ കബളിപ്പിച്ചു തൊടുത്ത ഷോട്ട് ഗുർപ്രീതിനെ കാഴ്ചക്കാരനാക്കി വല തുളക്കുന്നു. അതും ഒരു നട്ട്മങ്കിലൂടെ. അതോടെ ബാംഗ്ലൂരുവിൻ്റെ വിജയമോഹം കെട്ടടഞ്ഞ് തുടങ്ങിയതാണ്. 92-ാം മിനിറ്റിൽ ബാംഗ്ലൂരുവിന് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നു. അപകടം വെളിച്ചോതി എന്ന് എത്തിയ ഷോട്ട് അർഷദീപ് തടയുകയാണ്. പിന്നാലെ ബികാഷിന്റെ ക്ലിയറൻസും. 94-ാം മിനിറ്റിൽ അജ്സലിന് സുവർണാവസരത്തിലേക്ക് ഓടിയെടുത്തെങ്കിലും റഫറിയുടെ വിസിലെത്തുന്നു. അതോടെ ആ നീക്കം അവസാനിച്ചു. ഒടുവിൽ അന്തിമ കാഹളം മുഴങ്ങി. ആദ്യ പകുതിയിൽ പിറകിലായവർ 1-നെതിരെ 2 ഗോളുകൾക്ക് ബാംഗ്ലൂരുവിൻ്റെ മണ്ണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം കൊയ്യുകയാണ്. ഗർജിക്കാൻ മഞ്ഞപ്പടയില്ല എന്നത് തീർത്തും നിരാശാജനകമാണ്. ടീമിന്റെ തകർച്ചയിൽ പോലും മത്സരം വീക്ഷിക്കാനെത്തിയ ആരാധകർ ആർത്തിരമ്പി. തുടക്കം ചിരിച്ചവരാരും 90 മിനിറ്റുകൾക്ക് ശേഷം ചിരിച്ചില്ലായിരുന്നു. ഫ്രാൻസിസ്കോ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നറിയില്ല. ഓട്ടോമൻ സാമ്രാജ്യത്തെ തകർത്തെറിയാൻ സ്കാൻബർഗ് അവതരിച്ചതുപോലെ, റോമൻ സാമ്രാജ്യത്തിന് പ്രഹരമേൽപ്പിച്ച അർമീനിയസിനെ പോലെ തകർന്നടിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രഞ്ചുവിലൂടെ വീണ്ടും ഉദയം കൊള്ളട്ടെ. നിലനിൽപ്പിന്റെ ചോദ്യങ്ങൾ ഫ്രഞ്ചുവിലൂടെ അവസാനിക്കട്ടെ.